ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, അച്ഛൻ വെറുതെ പറഞ്ഞല്ല കേട്ടോ, എല്ലാ ദിവസവും ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ ഇടപെടലുകൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ 3-ാമത്തെ വാക്യമാണ്. വളരെ ചെറിയൊരു വാക്യമാണ്. ഇത് ഹീബ്രു ഭാഷയിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: വയോമർ എലോഹിം യഹി ഓർ വയേഹി ഓർ. ആൻഡ് ഗോഡ് സെഡ് ലെറ്റ് ദർ ബി ലൈറ്റ് ആൻഡ് ദർ വാസ് ലൈറ്റ്. ദൈവം പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. ഇതിലെ 2 വാക്കുകളാണ് ഇന്ന് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. വയോമർ എലോഹിം എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ ദൈവം സംസാരിക്കുവാനായിട്ട് നമ്മൾ എത്ര സമയം നൽകുന്നുണ്ട്? എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എല്ലാ വീടുകളിലും കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു. കാലം പോയപ്പോൾ അതൊരു ചടങ്ങായിട്ട് മാറി. പിന്നീട് അത് പല കുടുംബങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മോട് സംസാരിക്കുന്ന സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇന്നത്തെ ചിന്താവിഷയം ഇതാണ്: നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിന് സംസാരിക്കുവാൻ സമയം നൽകുക. ഇന്ന് പലപ്പോഴും നമ്മൾ ദൈവത്തിന് വേണ്ടി നീക്കി വച്ചിരിക്കുന്ന സമയം പോലും ടെലിവിഷനും മൊബൈലും കമ്പ്യൂട്ടറും എല്ലാം കവർന്നെടുക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. നമ്മുടെ കുടുംബങ്ങൾ അപ്രകാരം ആകാതിരിക്കട്ടെ. ദൈവം സംസാരിക്കുന്ന കുടുംബങ്ങൾ രൂപപ്പെടട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.